കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA 2010. ഈ നിയമത്തിൽ ഈ വർഷം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. നമ്മുടെ സമൂഹത്തിൽ എന്ത് ചലനമാണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുണ്ടാകുന്നത്? ക്രിസ്ത്യൻ സഭകളെ ഇത് സവിശേഷമായ വിധത്തിൽ ബാധിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പ്രതികരിക്കുവാനും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനും നമ്മോടൊപ്പം ആയിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ജോണി പള്ളിവാതുക്കൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 37 വർഷമായി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പള്ളിവാതുക്കൽ സാർ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അതേപോലെ പബ്ലിക്, ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിവിധ കമ്പനികളിൽ ഇദ്ദേഹം കൺസൾട്ടൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ടും ഇദ്ദേഹം സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എറണാകുളം ബ്രാഞ്ചിൻ്റെ ചെയർമാനുമായിരുന്നു. ആയതിനാൽ തന്നെ FCRA വിഷയത്തിൽ അവഗാഹത്തോടെ ഉത്തരങ്ങൾ നൽകുവാൻ പ്രഗത്ഭനാണ് CA ജോണി പള്ളിവാതുക്കൽ സാർ. നമുക്ക് ഈ അഭിമുഖത്തേക്ക് കടക്കാം. സാർ, എന്താണ് 2010 FCRA ആക്ട്? ഈ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായി. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രോഗികളെ ശുശ്രൂഷിക്കാനോ വിദ്യാഭ്യാസത്തിനോ മറ്റ് ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ആളുകളെ സഹായിക്കാനോ പ്രായമായവരെ സംരക്ഷിക്കാനോ മാനസിക രോഗികളെ ശുശ്രൂഷിക്കാനോ യാതൊരു വക സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നില്ല. അന്ന് ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്തു. അവർക്ക് ഇൻകം ടാക്സ് ആനുകൂല്യങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വിദേശ സഹായം തേടാനും തുടങ്ങി. അപ്പോൾ ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത് വഴി ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്നു എന്ന് ഒരു കണക്കുകൂട്ടലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലമാണ്, 1976 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു. എന്നാൽ 2010 ആക്ട്, പുതിയൊരു ആക്ട് നിലവിൽ വരാനായിട്ട് പാർലമെൻറ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 പാസ്സാക്കി. എന്ന് വെച്ചാൽ 1976 FCRA ആക്ട് അബോളിഷ് ചെയ്തിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 1/5/2011 മുതൽ FCRA റൂൾസ് 2011 നോട്ടിഫൈ ചെയ്ത് നടപ്പിൽ വന്നു. FCRA 1976 ആക്ടിൻ്റെ ഉദ്ദേശം ഇന്ത്യയുടെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി, പബ്ലിക് ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 2010 ആക്ടിലും ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമായിരുന്നു. അതോടൊപ്പം തന്നെ മണി ലോണ്ടറിങ് തടയുക, വിദേശ സഹായം കൊണ്ട് ജനദ്രോഹപരമായ കാര്യങ്ങൾ നടത്തുക, ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2010 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു. അപ്പോൾ പ്രധാനമായിട്ടും വിദേശത്തുനിന്ന് വരുന്ന സംഭാവനകൾ ഇവിടെ അതേ ഉദ്ദേശത്തിന് ചെലവഴിക്കുക, അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ നടത്താതിരിക്കുക ഈ ഫണ്ട് ഉപയോഗിച്ച്. അതിനു വേണ്ടിയിട്ട് കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവന്നു. 1 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ പ്രധാനമായിട്ട് രാജ്യസുരക്ഷയാണ് ഇതിന് ലക്ഷ്യം വെച്ചത്. 1976 നിയമത്തിൽ നിന്നും 2010 എത്തിയതിൻ്റെ സാഹചര്യം വളരെ വിശദമായി മനസ്സിലാക്കി തന്നു. സാർ, അപ്പോൾ
2020 പുതിയൊരു അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് ഈ 2010 നിയമത്തിന്. ഈ അമെൻമെൻറ്റുകൾ എത്രത്തോളം ഈ നിയമത്തെ കാർക്കശ്യമാക്കി? 2020 അമെൻമെൻറ്റ്സ് 2010 നിയമങ്ങളിൽ നിന്നും കൂടുതൽ കർശനമാക്കിക്കൊണ്ടാണ് നടപ്പിൽ വന്നത്. 2010 തന്നെ എല്ലാ വിദേശ സഹായങ്ങളും ബാങ്കിങ് ചാനൽ വഴി മാത്രമേ വരാവൂ എന്നായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഡിസംബർ 31 മുമ്പ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അത് FC4 എന്ന് പറയുന്ന ഫോമിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഈ ആനുവൽ റിട്ടേണിനോടൊപ്പം ഓഡിറ്റഡ് അക്കൗണ്ട്സ്, അതായത് ഓഡിറ്റ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തുടങ്ങിയ വിശദമായ ഡോക്യുമെൻറ്റ്സ് ഇതിനോടൊപ്പം കൊടുക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ലിസ്റ്റ് ഓഫ് ഓഫീസ് ബെയറേഴ്സ്, അവരുടെ അഡ്രസ്സ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിനോടൊപ്പം കൊടുക്കണം. ആക്ടിവിറ്റി റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വളരെ സുതാര്യമായ രീതിയിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ പോർട്ടലിൽ ഓൺലൈൻ വഴി 2011 മുതൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ കണക്കുകൾ കൊടുക്കാത്തവർ വീഴ്ച വരുത്തുന്നവരായിട്ട് കണക്കാക്കും. അതിന് ഭീമമായ പെനൽറ്റി ഉണ്ട്. അതായത് 5%, വിദേശത്തു നിന്ന് കിട്ടുന്ന തുകയുടെ 5%, 1 ലക്ഷം രൂപയോ ഏതാണോ കൂടുതൽ അത് അടച്ചു വേണം ഈ ഡിലേ വരുത്തുന്നവർക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ. അപ്പോൾ അത്തരം കർശനമായ നിയമങ്ങളും ബാങ്കിങ് ചാനലിൽ കൂടി മാത്രം വരുത്തേണ്ട സംവിധാനവും കൊടുക്കുന്നതും ബാങ്കിങ് ചാനലിൽ കൂടി വേണം. 2000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് ത്രൂ ബാങ്കിങ് ചാനലിൽ കൂടി മാത്രമേ പേയ്മെൻറ്റ് നടത്താവൂ. ഏതു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് വന്നത് ആ കാര്യത്തിന് മാത്രമേ ഈ ഫണ്ട് ചിലവാക്കാവൂ. ഉദാഹരണത്തിന് എക്കണോമിക് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, റിലീജിയസ് ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിനാണ് വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നത്. അപ്പം വിദേശത്തുള്ള സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ സമീപിച്ച് ആ ഉദ്ദേശങ്ങൾ കാണിച്ച് ബാങ്ക് വഴി FCRA അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ വേണം ഫണ്ട് വരാനും ബാങ്കിൽ കൂടി ത്രൂ ബാങ്കിങ് ചാനലിൽ കൂടി വേണം ചിലവാക്കാനും. എന്നാൽ 50% കൂടാൻ പാടില്ല അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇതായിരുന്നു 2010 നിയമം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 1 മുതൽ 54 വരെയുള്ള സെക്ഷനിൽ ഈ സെക്ഷൻ 14 അനുസരിച്ച് അതിന് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ FCRAയുടെ നിയമങ്ങൾ പാലിക്കാതെ വന്നാൽ പൈസ കൊണ്ടുവരുന്നത് ആ പർപ്പസിനല്ലാതെ ചിലവാക്കുക, ക്യാഷ് പേയ്മെൻറ്റ് നടത്തുക, ജനദ്രോഹപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കിയാൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണം എങ്കിൽ മാത്രമേ വിദേശ ഫണ്ട് സ്വീകരിക്കാവൂ. രജിസ്ട്രേഷൻ എടുത്തിട്ട് FCRAയുടെ നിയമങ്ങൾ പാലിച്ചവർക്ക് മാത്രമേ ഇത് തുടരാവൂ. അല്ലാത്തവർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകി, എന്ന് വെച്ചാൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് അവരെ കേട്ട് അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം അവർ യഥാർത്ഥത്തിൽ നിയമം അനുസരിക്കാതെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉത്തമ ബോധ്യപ്പെട്ടാൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഈ FCRA ആക്ട് അനുസരിച്ച് അതോറിറ്റിക്ക് അധികാരമുണ്ട്. 2010 നിയമത്തിൽ 2010 നിയമത്തിൽ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണല്ലോ ഇത് മോണിറ്റർ ചെയ്യുന്നത്. ആ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ സെക്രട്ടറി ടു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമാണ്. അപ്പോൾ അങ്ങ് ചോദിച്ച ആ മാറ്റങ്ങളുടെ ആവശ്യമാണ്. 2020 എന്തിനാണ് ഈ അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നത്? എന്നാൽ 2018 ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. എന്നാൽ സമൂലമായ മാറ്റം 2020 കൊണ്ടുവന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 2020 സമൂലമായ മാറ്റങ്ങളാണ് വരുത്തിയത്. വളരെ കർശനമായ മാറ്റങ്ങൾ. ഒന്ന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ഡൽഹി ബ്രാഞ്ചിൽ കൂടി മാത്രമേ വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കാവൂ. അല്ലാതെ ഇന്ത്യയിൽ ഏതൊരു ബാങ്കിൽ വഴിയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ മറ്റേതൊരു ബ്രാഞ്ച് വഴിയോ പോലും ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല വിദേശത്തുനിന്ന്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള എല്ലാ രജിസ്റ്റേർഡ് FCRA രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ട് വന്നു. എല്ലാവരും അക്കൗണ്ട് തുടങ്ങി. 2, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 50% എന്നുള്ളത് 20% കുറച്ചു. അപ്പോൾ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്താണെന്നും കൂടെ പറയാം. അതായത് കോമൺ എക്സ്പെൻസ്, നമ്മളിപ്പോൾ ഒരു ഓർഫണേജ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ഓർഫണേജിലുള്ളവരുടെ സാലറി, അവരുടെ കെട്ടിടം പണി, അവരുടെ വാഹനങ്ങൾ, അവരുടെ അനുദിന ചെലവുകൾ, ഇതെല്ലാം പ്രോജക്റ്റ് എക്സ്പെൻസാണ്. എന്നാൽ ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു ഓഫീസ് ഉണ്ടാവും. അവിടുത്തെ മാനേജർ, അക്കൗണ്ടൻ്റ്, അതുപോലെ മറ്റ് സ്റ്റാഫുകൾ, റെൻറ്റ്, ടെലിഫോൺ ചാർജസ്, ഇലക്ട്രിസിറ്റി, ട്രാവലിംഗ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഓഡിറ്റ് ഫീ, ഇങ്ങനെയുള്ള ചെലവുകളെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വിദേശ സഹായത്തിൻ്റെ 20% നിജപ്പെടുത്തി. 2020 50% ഉണ്ടായിരുന്നത് 20% നിജപ്പെടുത്തി. മൂന്നാമത്തെ കാര്യം, ഒരു FCRA അക്കൗണ്ടിൽ നിന്നും മറ്റൊരു FCRA അക്കൗണ്ടിലേക്കോ ആ സ്ഥാപനത്തിൻ്റെ തന്നെ അതേ പാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ലോക്കൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ 1 രൂപ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഒരു കെട്ടിടം പണിക്കോ ഒരു ആംബുലൻസ് വാങ്ങുന്നതിനോ ചിലവ് വേണമെന്നിരിക്കട്ടെ, ആംബുലൻസിൻ്റെ ഡീലർക്കോ അല്ലെങ്കിൽ മാനുഫാക്ചർക്കോ പേയ്മെൻറ്റ് കൊടുക്കാം. കെട്ടിടം പണിക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവർക്കോ കോൺട്രാക്ടർക്കോ കൊടുക്കാം. അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പണം കൊടുത്തിട്ട് ആ സ്ഥാപനം വഴി FCRA ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് യൂട്ടിലൈസേഷൻ അക്കൗണ്ട് എത്ര വേണമെങ്കിലും എല്ലാ സ്ഥലത്തും തുടങ്ങി ആ യൂട്ടിലൈസേഷൻ അക്കൗണ്ട് വഴി മാത്രം ചിലവഴിക്കാം. അപ്പോൾ FCRA ഫണ്ടിലേക്ക് ലോക്കൽ ഇൻകം ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. FCRA ഫണ്ട് അതിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. FCRA ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആ FCRA ഫോറിൻ കോൺട്രിബ്യൂഷനായിട്ട് തന്നെ കണക്കാക്കും. പിന്നീട് FCRA ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ FCRA ആനുവൽ റിട്ടേൺ ഞാൻ നേരത്തെ പറഞ്ഞു, FC4, അതിന് ഓപ്പണിംഗ് ബാലൻസ്, റെസീറ്റ്സ്, വരവ്, അതാത് വർഷത്തെ വരവ് തുക, അതാത് വർഷത്തെ ചെലവ്, അത് ഓരോ ഇനത്തിലും ചിലവാക്കിയത്, സോഷ്യൽ ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ്, റിലീജിയസ് ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഓരോ തരത്തിലുള്ള ചെലവുകൾ ഇനം തിരിച്ച് കാണിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, റെസീറ്റ്, ടോട്ടൽ പേയ്മെൻറ്റ്സ്, ക്ലോസിംഗ് ബാലൻസ്. ഇതുകൂടാതെ 2021 ഈ ഫോം അമെൻഡ് ചെയ്തു. ഈ ഫോം അമെൻഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും FCRA ഫണ്ട് കൊണ്ട് ആർജിച്ചിട്ടുള്ള, വാങ്ങിയിട്ടുള്ള, പണിതിട്ടുള്ള കെട്ടിടങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദമായ വിവരങ്ങൾ കാണിക്കണം. അതായത് സർവേ നമ്പർ, താലൂക്ക്, വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് തുടങ്ങിയ ആ ഭൂമിയെ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ആനുവൽ റിട്ടേണിൽ കാണിക്കണം. ഇതുകൂടാതെ കെട്ടിടം പണിയാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് നമ്പർ, കോർപ്പറേഷനാണോ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ, അതിൻ്റെ അഡ്രസ്സ്, എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, അതിന് എത്ര രൂപ FCRA ഫണ്ടിൽ നിന്ന് ചിലവാക്കി, ഇങ്ങനെയുള്ള ഒരു അമെൻമെൻറ്റ് ആനുവൽ റിട്ടേണിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഫോമിൽ ഈ ഡീറ്റെയിൽസ് കൊടുക്കാതെ ഇത് സബ്മിറ്റ് ആവില്ല. ഇതെല്ലാം ഓൺലൈൻ വഴിയാണെന്ന് ഓർക്കണം. ആ ഡിസംബർ 31 രാത്രി 12 മണിക്ക് മുമ്പ് ഈ ഡേറ്റ FCRA പോർട്ടലിൽ സബ്മിറ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 5% ഓഫ് ഗ്രോസ് റെസീറ്റ് ഓർ 1 lakh rupees വിച്ച് എവർ ഈസ് ഹയർ, അതിലേതാണോ കൂടുതൽ അത്രയും രൂപ ആ പോർട്ടലിൽ അടച്ചാൽ മാത്രമേ സബ്മിറ്റ് ആവൂ. ഇത്ര കർശനമായ നിയമങ്ങൾ FCRAയിലുണ്ട്. ഇത് ആണ്
സമൂലമായ മാറ്റങ്ങൾ അന്ന് വരുത്തിയെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ അമെൻമെൻറ്റിനെ കുറിച്ച് അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഈ സെക്ഷൻ 1 മുതൽ 54 വരെയുള്ള സെക്ഷനുകളിൽ ഒരു 14A എന്ന് പറയുന്ന സെക്ഷനും കൂടെ ഉൾപ്പെടുത്തി. എന്താണ് 14A? 14A എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും വിദേശ പണം ഇനി വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ FCRA സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യാം. ഓർക്കണം, FCRA രജിസ്ട്രേഷൻ ഇല്ലാത്ത ആർക്കും ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ പാടില്ല. വേണ്ടാന്ന് തോന്നുന്നവർക്ക് സറണ്ടർ ചെയ്യാം. ആ സറണ്ടർ ചെയ്യുന്ന സെക്ഷനാണ് 14A എന്ന് പറയുന്നത്. അപ്പോൾ 14A ഉണ്ട്, 14 ഉണ്ട്. 14 എന്താ പറയുന്നത്? രജിസ്ട്രേഷൻ കൊടുത്തിട്ട് വയലേഷൻ വരുത്തിയാൽ ക്യാൻസൽ ചെയ്യും. 14A സറണ്ടർ ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സെക്ഷൻ 15ഉം സെക്ഷൻ 16ഉമാണ്. ഈ സെക്ഷൻ നമ്മൾ 15-ൽ 14 പ്രകാരം ക്യാൻസൽ ചെയ്യുകയും സറണ്ടർ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തിനും അതിൻ്റെ എഫക്റ്റ് എന്തായിട്ടാണ് ഉണ്ടാകുന്നത്? സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ FCRA അക്കൗണ്ട് ഹോൾഡേഴ്സിന് എന്ത് എഫക്റ്റ് അതിൽ നിന്നുണ്ടാവും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 14 അനുസരിച്ച് നോട്ടീസ്, ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു എന്നിരിക്കട്ടെ. ആ ദിവസം മുതൽ ഒരു കാരണവശാലും FCRA അക്കൗണ്ടിലുള്ള ഫണ്ടിൻ്റെ ബാലൻസ് ഒരു കാരണവശാലും വിഡ്രോ ചെയ്യുകയോ ചെലവഴിക്കുകയോ ചെയ്യാൻ പാടില്ല. 2, ആ അക്കൗണ്ടിലേക്ക് വിദേശത്തുനിന്ന് ഒരു കാരണവശാലും ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ സ്വീകരിക്കാൻ പാടില്ല, ചെലവാക്കാൻ പാടില്ല. 3, ഈ FCRA ഫണ്ട് കൊണ്ട് ആർജിച്ച സ്വത്തുക്കൾ മുഴുവൻ ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരും. അതാണ് ഞാൻ പറഞ്ഞത് സെക്ഷൻ 15 എന്ന്. ഈ സെക്ഷൻ 15-ൽ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഒരു FCRA രജിസ്റ്റേർഡ് NGOയുടെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അത് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിലേക്ക് FCRA ഫണ്ട് ബാലൻസും അത് കൊണ്ടുണ്ടാക്കിയ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മിഷനറി, കമ്പ്യൂട്ടർ, വെഹിക്കിള്, ആംബുലൻസ് എന്ന് തുടങ്ങി എല്ലാ സാധനങ്ങളും ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതിനകത്താണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. ഏത് സറണ്ടർ ചെയ്താലും ഇതേ എഫക്റ്റ് ആയിരിക്കുമെന്ന്. അതാണ് ഈ സെക്ഷൻ 15 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സെക്ഷൻ 15 FCRA ആക്ടിൻ്റെ ഒബ്ജക്ട്സിൽ വരുന്നതല്ല. FCRA ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ, റെഗുലേറ്റ് ചെയ്യുക. എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇൻഫ്ലോ ഓഫ് മണി, വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് റെഗുലേറ്റ് ചെയ്യുക, അത് ചെലവാക്കുന്ന കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. അല്ലാതെ ഈ അസറ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിലേക്ക് വന്നു ചേരുക, അതല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, ഇത് ഒബ്ജക്റ്റിൻ്റെ പരിധിയിൽ വരുന്നതല്ല. റെഗുലേറ്റിംഗ് നേച്ചറിൽ നിന്ന് കൺട്രോളിംഗ് നേച്ചറിലേക്ക് FCRA നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് 2010 കൊണ്ടുവന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. 2010 ഈ കൺട്രോൾ മെക്കാനിസം സെക്ഷൻ 15-ൽ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ആരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇതനുസരിച്ച് എൻ്റെ അറിവിൽ ഒരു പ്രോപ്പർട്ടിയും ഗവൺമെൻറ്റിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ടേക്ക് ഓവർ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രോപ്പർട്ടി ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോറത്തിലേക്ക് അപ്പീൽ പ്രൊസീജിയറോ റിട്ട് ഫയലിങ്ങോ അതല്ലെങ്കിൽ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നുള്ള ഒരു സെക്ഷൻ വെച്ചിട്ട് കോടതിയിൽ ചലഞ്ച് ചെയ്യുക. നോക്കണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ 44th അമെൻമെൻറ്റ് പ്രകാരം സെക്ഷൻ 300A ആർട്ടിക്കിൾ കൊണ്ടുവന്നു. എന്താണ് 300A ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ? റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പം ഈ അമെൻമെൻറ്റ് ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാന്ന് ഓർക്കണം. അതായത് 2/3 മെജോറിറ്റി കിട്ടി രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കി കൊണ്ടുവന്ന നിയമമാണ് ഈ ആർട്ടിക്കിൾ 300A. വെസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി
ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്ഷനിൽ പറയുന്നത് എനി പേഴ്സൺ എന്നാണ്. ഈ പേഴ്സൺ ഇൻക്ലൂഡ്സ് വ്യക്തികളും സ്ഥാപനങ്ങളും കമ്പനികളും എല്ലാം പെടും. ഒരാളുടെ ഒരു പ്രോപ്പർട്ടി, ഒരു പേഴ്സൻ്റെ, അതിനകത്ത് ഇൻഡിവിജ്വൽസ് എല്ലാം വരും. ഒരു പേഴ്സൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരു ഗവൺമെൻറ്റിനെ ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ, വെസ്റ്റ് ചെയ്യണമെങ്കിൽ ആൻ അതോറിറ്റി ഓഫ് ലോ ഈസ് റിക്വയർഡ്. അതാണ് 300A പറയുന്നത്, ആൻ അതോറിറ്റി ഓഫ് ലോ. പിന്നെ അതിനൊരു സ്പെസിഫിക് പർപ്പസ് വേണം. തീർച്ചയായും. അതുപോലെ തന്നെ അതിന് കോമ്പൻസേഷൻ കൊടുക്കണം. തീർച്ചയായും. നോക്കുക, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല ഫോറിൻ കോൺട്രിബ്യൂഷൻ. അതെ. വിദേശത്തു നിന്ന് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് ആ പണം ഇവിടെ നന്മ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് അയക്കുന്നു. വിദേശത്തുള്ള നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, ഏജൻസികൾ ഇന്ത്യയിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടി അയക്കുന്ന പണമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പണമല്ല. അങ്ങനെ കിട്ടുന്ന പണം നമ്മുടെ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വാങ്ങുന്നു, ലാൻഡ് വാങ്ങുന്നു, അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന അസറ്റ് ഒരു ക്യാൻസലേഷൻ്റെ ഭാഗമായിട്ട്, സറണ്ടറിൻ്റെ ഭാഗമായിട്ട് സെക്ഷൻ 15 പ്രകാരം വെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ആർട്ടിക്കിൾ 300A അനുസരിച്ച് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അപ്പോൾ ഓർക്കുക, സെക്ഷൻ 15 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ്റെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ ആ ഓർഗനൈസേഷൻ്റെ FCRA ബാങ്ക് അക്കൗണ്ടിലുള്ള പണവും FCRA കൊണ്ടുണ്ടാക്കിയ അസറ്റും ഈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരുന്ന പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും? ഈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഈ ഫണ്ട് ഉപയോഗിച്ച് ആ സ്ഥാപനം നടത്തും. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ സ്ഥാപനം നടത്താൻ ഫണ്ട് ഇല്ലാതെ വന്നാൽ ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യും. കൺസോളിഡേറ്റഡ് ഫണ്ടിലോട്ട് അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഇവിടെ വരുന്നില്ല. സെക്ഷൻ 15 അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകും. ഇവിടെ ഓർക്കണം, വിദേശ പണം കൊണ്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി മാത്രമേ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വെസ്റ്റ് ചെയ്യുള്ളൂ. ക്യാൻസൽ ചെയ്താൽ മാത്രമേ വെസ്റ്റ് ചെയ്യുള്ളൂ, സറണ്ടർ ചെയ്താലേ വെസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അവിടെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി മാത്രമേ ടേക്ക് ഓവർ ചെയ്യാവുള്ളൂ. ഇപ്പം ഞാൻ ഈ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഈ സെക്ഷൻ 15 കഴിഞ്ഞിട്ട് സെക്ഷൻ 16 ഉണ്ട്. ആ 16 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ 5 വർഷത്തിലൊരിക്കൽ പുതുക്കണം. അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തിട്ട് അതിന് വേണ്ട അന്വേഷണം നടത്തും. ഇന്ത്യ മുഴുവനും അന്വേഷണ ഏജൻസികളുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടർ തുടങ്ങിയ ഗവൺമെൻറ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്പെക്ടേഴ്സിനെ വെച്ച് ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ റിന്യൂവൽ ആപ്ലിക്കേഷൻ അതിൻ്റെ എക്സ്പയറി ഡേറ്റിന് 6 മാസം മുമ്പ് ഫയൽ ചെയ്യണം. പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു രജിസ്ട്രേഷൻ എക്സ്പയർ ചെയ്യുന്നതിന് 6 മാസം മുമ്പേ ഓൺലൈൻ വഴി ഈ ഡേറ്റ മുഴുവനും 3 കൊല്ലത്തെ ഓഡിറ്റഡ് അക്കൗണ്ട്സും FC4 ആനുവൽ റിട്ടേണിൻ്റെ ഡീറ്റെയിൽസും മറ്റ് പല ഡീറ്റെയിൽസും ചേർത്ത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ വിസിറ്റ് ചെയ്യും. അതുകൂടാതെ അതിൻ്റെ ട്രസ്റ്റീസിനെ പോയി കണ്ട് അവരോട് വിശദ വിവരങ്ങളൊക്കെ ആരായും. അവരുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ പൈസ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് തടസ്സം തരുന്ന രീതിയിൽ ഏതെങ്കിലും ഫണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഫണ്ട് കൊണ്ടുവന്നത്
അതേ ഉദ്ദേശത്തിന് തന്നെയാണോ ചെലവാക്കിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ക്യാഷ് വിഡ്രോവലുണ്ടോ, ക്യാഷായിട്ട് പേ ചെയ്തിട്ടുണ്ടോ, ഇതുമെല്ലാം ഫിസിക്കലി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യത്തുള്ളൂ. നോക്കുക, ഈ രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത് റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്ന വിവരം അറിയുന്നത് FCRA പോർട്ടലിൽ നിന്നാണ്. ആ പോർട്ടലിൽ ഇങ്ങനെ എഴുതി കാണിക്കും, യുവർ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ഈസ് റിജക്റ്റഡ് ഓൺ ദ ഫോളോയിങ് റീസൺസ്. റീസൺ 1, റീസൺ 2, റീസൺ 3. നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയതായിട്ട് കാണുന്നു, നിങ്ങൾ വകമാറ്റി ചെലവാക്കിയതായിട്ട് കാണുന്നു, നിങ്ങൾ മതപരിവർത്തനം നടത്തിയതായിട്ട് കാണുന്നു. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. ആ ഇൻറ്റിമേഷൻ അല്ലാതെ അവിടെ ഒരു പേഴ്സണൽ ഹിയറിങ്ങോ, ഇത് ഓഫീസർ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കുറ്റങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്താനോ അതിനൊരു പേഴ്സണൽ ഹിയറിങ്ങോ ഒരു ഷോക്കോസ് നോട്ടീസോ ഇല്ലാതെ, ഒരു അപ്പീൽ പ്രൊവിഷൻ പോലും ഇല്ലാതെ ഈ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ 30,000-ൽ പരം രജിസ്ട്രേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 25/3/2026 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബില്ല് ലോകസഭയിൽ പാസ്സാക്കുമ്പോൾ ആ പാസ്സാക്കിയ ഡോക്യുമെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് 16,000 രജിസ്ട്രേഷനേ നിലവിലുള്ളൂ എന്നാണ്. നോക്കുക, ബാക്കി 14,000 രജിസ്ട്രേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിരിക്കുക. അപ്പം 30,000-ൽ നിന്നും 16,000 ആയപ്പോൾ ഈ 14,000 പേര് ഇപ്പോൾ ക്യാൻസലേഷൻ, സറണ്ടർ, റിജക്ഷനിൽ കിടക്കുക. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഈ സെക്ഷൻ 16 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഞാൻ പറയുന്നത്. ദർ ഇസ് നോ ഫെയർനെസ്. പുതിയ ഡ്രാഫ്റ്റിന്റെ അല്ല, 2010 ആക്ടില് സെക്ഷൻ 16 ഓപ്പർച്യൂണിറ്റി തരാതെ റിജക്റ്റ് ചെയ്യുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇറ്റ് ഈസ് എ ഡിനയൽ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സാമാന്യ നീതി നിഷേധിച്ചുകൊണ്ടാണ് സെക്ഷൻ 16 പ്രകാരം ഈ റിജക്ഷൻ വരുന്നത്. നോക്കുക, ഇത്ര കർശനമായ നിയമങ്ങളാണുള്ളത്. നിലവിലുള്ള നിയമത്തിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വളരെ വിശദമായി നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ ആ ബില്ലിൻ്റെ വരും വരായികകൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അത് നമ്മെ എത്രത്തോളം ബാധിക്കുമെന്നത് വളരെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം.